പറയണം. അല്ലെങ്കിൽ അൽമനാറിൽ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അബദ്ധമാണ്, തിരുത്തേണ്ടതാണ് എന്ന് സക്കരിയ പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള ആളുകൾ പറയണം. എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾ തന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. ഇനിയും കുറെ സംഗതികളുണ്ട്, പക്ഷെ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട്. ഇവരെ പോലെ മറുപടി ഇല്ലാതെ യാതൊന്നും ഉരിയാടാതെ അല്ല നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്. ഇനിയും നമ്മളിവിടെ സംസാരിച്ച ദശക്കണക്കിന് വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനുണ്ട്. ഒരുപാട് ക്ലിപ്പിങ്ങുകളിൽ ബാക്കി കിടക്കുന്നുണ്ട്. ഇനിയും വേണ്ടി വന്നാൽ അതുകൂടി ചേർത്തുകൊണ്ട് നമ്മൾ വീണ്ടും സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി വിഷയാധിഷ്ഠിതമായി മറുപടി പറയണം. ആളുകളെ കുതിര കയറിയതുകൊണ്ട് യാതൊരു കാര്യമില്ല. അല്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് പൊതു സ്റ്റേജിൽ ഒരു മറുപടിക്ക് പ്രയാസമുണ്ടെങ്കിൽ, അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞതാണല്ലോ, ഇത് പൊതു സ്റ്റേജിൽ പറയേണ്ട കാര്യമല്ല, ഇത് വേറെ സ്ഥലത്ത് പറയേണ്ടതാണെന്നല്ല സംസാരിക്കണത്. ശരി, നമുക്ക് അകത്തിരുന്ന് പറയാം. അബ്ദുറഹ്മാൻ സലഫിക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ രണ്ടുപേരും ഇവിടെയുള്ള സമസ്തക്കാരുമായി സംവാദങ്ങൾ ഏർപ്പെടുവാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ചിരുന്ന് കരാർ എഴുതുവാൻ വേണ്ടി പെനക്കെട്ടവരാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തൊന്നുമല്ല. അന്നൊക്കെ ആ കരിമ്പലാക്കൽ കുട്ടിയെന്ന് അന്ന് മനസ്സിലായിട്ടില്ല, ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു, അന്ന് അവർക്ക് എതിരെ സംവാദത്തിന് കരാർ എഴുതാൻ ഇരുന്ന പാരമ്പര്യവും പരിചയവും നമ്മൾ തമ്മിലുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് പരസ്പരം ഇരുന്ന് നോക്കാം. ഈ വിഷയത്തിൽ ഒരു ചർച്ചയാവട്ടെ. വ്യവസ്ഥ തയ്യാറാക്കി പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ജിന്നും സിഹിറും മുജാഹിദ് പ്രസ്ഥാനവും എന്ന വിഷയം വെച്ചുകൊണ്ട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം, ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഒരു ഖണ്ഡനമാവട്ടെ, ഒരു സംവാദമാവട്ടെ. എന്നിട്ട് അതിലൂടെ കേരളത്തിലെ മുസ്ലിം ജനങ്ങളെ ഈ വിഷയത്തിന്റെ മർമ്മം നമുക്കറിയിക്കാം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, ആദർശബോധമുണ്ടെങ്കിൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്തരം ഒരു ചർച്ചയ്ക്കെങ്കിലും തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഒരുപാട് സംവാദങ്ങൾക്ക് വേദിയായിരിക്കുന്ന ഈ പുളിക്കൽ വെച്ച്, ഈ പ്രദേശത്ത് വെച്ച് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരുപാട് സംഗതികൾ ഇനിയും സംസാരിക്കാനുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവസരമുണ്ടായാൽ ഇനിയും സംസാരിക്കും. ഒന്നും വിട്ടുകളയേണ്ടതില്ല. എല്ലാറ്റിനും കൃത്യമായി മറുപടി നൽകാൻ നമ്മുടെ കയ്യിലുണ്ട്. സമയം വളരെ ദീർഘിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, നിങ്ങളുടെ ഓരോ ആളുകളുടെ ക്ലിപ്പിങ്ങുകൾ നിങ്ങൾക്ക് തന്നെ കാണിക്കുവാനും കേൾപ്പിക്കുവാനും വേണ്ടിയാണ് ഈ വൈകലുകൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഇവിടെ വിരമിക്കുകയാണ്. ഇനിയും വേണ്ടി വന്നാൽ ഇവിടെ തന്നെ നമുക്ക് സംസാരിക്കാം. അല്ല, നേർക്കുനേരെയാണെങ്കിൽ അങ്ങനെയാവാം. ഏതു മാർഗമാണോ വേണ്ടത് നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ ആ വഴിയെ ഈ വിഷയത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് വരും. ഞങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ നാളെ ഇടവണ്ണയിൽ പറയുന്നുവെങ്കിൽ അടുത്ത ദിവസം ഇടവണ്ണയിൽ മറുപടി ഉണ്ടാവും. ഇനി കോഴിക്കോട് പറയണമെങ്കിൽ അവിടെ മറുപടി ഉണ്ടാവും. തിരൂരങ്ങാടിലാണെങ്കിൽ അവിടെ മറുപടി ഉണ്ടാവും. വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവിടെയും കിട്ടിക്കൊണ്ടിരിക്കും. എവിടെയും ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി സമർത്ഥിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം, KM മൗലവിയും MCC സഹോദരന്മാരും, അലി മൗലവിയും, അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയും, അബ്ദുറഹ്മാൻ സാഹിബും, ഈ മൊയ്ദ് മൗലവിയും, KM സീദി സാഹിബും, വക്കം മൗലവിയും, വെട്ടം അബ്ദുള്ള ഹാജിയും, EK മൗലവിയും ഒക്കെ നടന്ന പാതയിലൂടെ, KP മുഹമ്മദ് മൗലവിയുടെ പാതയിലൂടെ, NP അബ്ദുൽ ഖാദർ മൗലവിയുടെ പാതയിലൂടെ, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പാതയിലൂടെ ഈ പ്രസ്ഥാനം കടന്നുപോകും. അവരുടെ പ്രമാണം വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ്. അതിലുണ്ടോ അത് അവർ സ്വീകരിക്കും. അതിലില്ലയോ ആരെങ്കിലും വ്യാഖ്യാനിച്ചൊപ്പിക്കുകയാണോ നമ്മൾ സ്വീകരിക്കില്ല, അത് തള്ളിക്കളയും. അതിന് അറബികളോ അനർബികളോ എന്ന വിഷയം ഞങ്ങൾ ഉദിക്കുന്നില്ല. ഞങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നു. സത്യം പറയാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. അതിന് ദുനിയാവിൽ എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും ആ നഷ്ടങ്ങൾ പടച്ചവന്റെ മാർഗത്തിൽ സഹിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് മാത്രം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തൗഹീദ് പറയാൻ, തൗഹീദ് പ്രചരിപ്പിക്കാൻ ഇനി ഈ ഒരു ടീം മാത്രമേ കേരളക്കരയിൽ അവശേഷിക്കുന്നുള്ളൂ എന്ന സത്യം എല്ലാവരോടും ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ തമ്പുരാൻ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുവാനും സത്യത്തിന്റെ കൂടെ നിൽക്കുവാനും അസത്യത്തെ പൂർണ്ണമായി തള്ളിക്കളയുവാനും അബദ്ധങ്ങളെ തിരുത്തി മുന്നോട്ട് പോകുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും കൃത്യമായി പഠിക്കുവാനും പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗികളായി മറ്റുമൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും നീ സൗഖ്യവും സമാധാനവും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മരണപ്പെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവരുടെയൊക്കെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. അവർക്ക് നീ എല്ലാവിധ പാപങ്ങളും പുറത്തു കൊടുത്ത് ഖബറിടങ്ങളെ വിശാലമാക്കി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഹ്യിന അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ വതവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ.
الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وآخر دعوانا أن الحمد لله رب العالمين.